അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൂടുതൽ നല്ല വെജ് ഓപ്ഷൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എഗ്ഗിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പിക്കപ്പ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് സൺവേ ലഗൂൺ എന്ന് പറഞ്ഞൊരു വാട്ടർ തീം പാർക്കിലോട്ടാണ് കേട്ടോ. ആക്ച്വലി പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവർ അധികം അങ്ങോട്ട് വാട്ടർ തീം പാർക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പിന്നെ അവർക്ക് വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര ഭ്രാന്താണല്ലോ. പിന്നെ ഈ സൺവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഗ്രൂപ്പ് ആട്ടോ. അവർക്ക് സ്വന്തമായിട്ട് റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷണൽ സെക്ടർ, പിന്നെ മോള്, പിന്നെ ഈ വാട്ടർ തീം പാർക്ക് തന്നെ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. കുറേയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പിന്നെ അതല്ലാതെ വേറെ സ്ഥലത്തുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ വേവ് പൂളിൽ നടുവിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു വലിയ വേവ് പൂൾ ഉണ്ട് ഇതിനകത്ത്. അതിൻ്റെ നടുവിൽ കിടന്നു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ കുറേ സെക്ടേഴ്സ് കാണാൻ പറ്റും കേട്ടോ ഇവരുടെ തന്നെ. പിന്നെ വേവ് പൂള് ആക്ച്വലി 5:30 സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ 4:30 ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ വാൻ പിക്കപ്പ് ചെയ്യാൻ വന്നുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം കാണുന്നത് ഒരു സ്ക്രീം പാർക്കാണ്. അത് കണ്ട വശം തന്നെ എംകുട്ടി പറഞ്ഞു ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് എംകുട്ടി കരഞ്ഞു തുടങ്ങി. അപ്പോൾ ചേട്ടനും എംകുട്ടി പുറത്തു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാവയും പറഞ്ഞു ഞാനും വന്നാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ വാവയും പോയിട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കയറി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഭയങ്കരമായിട്ട് നമ്മളൊന്ന് പേടിപ്പിക്കുകയായിരുന്നു, ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മേത്തേക്ക് ചാടുന്ന പോലെ. അത് കഴിഞ്ഞാൽ പിന്നെ അത്ര അങ്ങോട്ട് പേടിയാവില്ല. പക്ഷെ അവരുടെ ഡ്രസ്സിങ്ങും മേക്കപ്പും ഒക്കെ അടിപൊളിയാട്ടോ. അതായത് റിയൽ ആളുകളാണ് അവിടെ ഡ്രസ്സപ്പ് ചെയ്ത് നിൽക്കുന്നത് ഗോസ്റ്റിൻ്റെ വേഷത്തിൽ. പിന്നെ അവരുടെ ആ ഒരു നോട്ടവും ലൈറ്റ് പിടിച്ചിട്ടുള്ള നടത്തൊക്കെ ഭയങ്കര അടിപൊളിയാണ്. മേക്കപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് അവരിങ്ങനെ റിയൽ ഹ്യൂമൻ ബീങ് ആണ്, അതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വല്ലാണ്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരില്ല എന്നുള്ളൊരു ധൈര്യം കൊണ്ടായിരിക്കണം അത്ര അങ്ങോട്ട് പേടിയില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സൂ, ബേർഡ്സ് പാർക്ക് എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ നമ്മുടെ ലോക്കറിൽ വെച്ച് പൂട്ടിയായിരുന്നു. അതുകൊണ്ട് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനും ഹസ്ബൻഡും വാവയും ചേച്ചിയും കൂടിയിട്ടാട്ടോ കുറേ റൈഡ്സിൽ കയറി. ചേട്ടന് ചെറിയൊരു പനിക്കോളുണ്ടായിരുന്നു. പിന്നെ ഡാഡിയും മമ്മിയും ഇറങ്ങിയില്ല. എംകുട്ടിക്ക് കുറേ കുട്ടി റൈഡ്സ് ഒക്കെ കണ്ടപ്പോൾ എംകുട്ടി വെള്ളം കണ്ട വശം തന്നെ ഏതിലോ പോയി ചാടി. അപ്പം ഞങ്ങൾ അതുകൊണ്ട് വേറെ കുറേ റൈഡ്സിൽ കയറി. കുറേ നടക്കാണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കണ്ട് തീരെ തന്നെ ഇല്ല, അത്ര മാത്രം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വേവ് പൂളിൽ ടൈം 5:30 ആയിരുന്നു. ഞങ്ങൾ 4:30 ആയപ്പോഴേക്കും വാൻ പിക്കപ്പ് ചെയ്യാൻ വന്നുകൊണ്ട് അത് മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറേ നടന്ന് കാണാനുണ്ട്. നമ്മൾ എന്താ പറയുക, നടന്ന് തീരില്ല, അത്ര മാത്രം ഉണ്ട് ഈ നമ്മുടെ എന്താ പറയുക ഈ വാട്ടർ തീം പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ കുറേ കുട്ടി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ചെറിയ ഇങ്ങനെ ഒരു വാട്ടർ ടാങ്ക് കെട്ടിയിട്ട് നമുക്ക് നെറ്റും ബക്കറ്റും അവിടെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫിഷിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ബക്കറ്റിലിടാം. എന്നിട്ട് ആ കളി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് അതിനകത്തോട്ട് തന്നെ ഇടാം. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ബേർഡ് ഷോ, അങ്ങനെ ഒരുപാടുണ്ട്. കണ്ട് തീരുന്നില്ല, അത്ര മാത്രം ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ടൈമായി എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് അതുപോലെ ഒരു ബക്കറ്റ് ഇങ്ങനെ നിറഞ്ഞ് വെള്ളം വീഴാൻ വേണ്ടി ഇങ്ങനെ കുറേ നേരം കാത്തിരുന്നു. അവസാനം വീണത് ഞങ്ങളുടെ മേത്തേക്കല്ല, അപ്പുറത്തൊരു ചേച്ചി ഇരിക്കുന്നുണ്ട്, ആ ചേച്ചിയുടെ മേത്തേക്ക് വീണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വാട്ടർ തീം പാർക്ക് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ തന്നെ പാർട്ട് 2 വ്ളോഗായിട്ട് അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺ. ടാറ്റാ.